രഞ്ജി ട്രോഫി ഫൈനലിൽ പൊരുതി കളിച്ച കേരളം മൂന്നാം ദിനം 4 വിക്കറ്റിന് 203 റൺസ് എന്ന നിലയിലാണ്. 79 റൺസെടുത്ത് സർവാത്തെ പുറത്തായി. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും സൽമാൻ നിസാറുമാണ് ക്രീസിൽ. കൃഷ്ണരാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കൃഷ്ണൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ദേവിക, കേരളം പൊരുതി കളിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് ഒരു വിക്കറ്റ് നഷ്ടമായി എങ്കിൽ പോലും സർവാത്തെ 79 റൺസ് എടുത്ത് പുറത്തായി. സർവാത്തേക്ക് പകരം ക്രീസിലെത്തിയ സൽമാൻ നിസാർ 16 റൺസ് എടുത്ത് സച്ചിൻ ബേബിക്ക് മികച്ച പിന്തുണ നൽകുന്നുണ്ട്. സച്ചിൻ ബേബി അർദ്ധ സെഞ്ചുറിയിലേക്ക് ആണ് താനും. ഏതായാലും ഈ കൂട്ടുകെട്ട് ഏറെ നിർണായകമാണ്. ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലും സെമി പോരാട്ടത്തിലും കേരളത്തിന് വേണ്ടി മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ച താരമാണ് സൽമാൻ നിസാർ. ഇനി മുഹമ്മദ് അസറുദ്ദീൻ, സെമിയിലെ ഹീറോ മുഹമ്മദ് അസറുദ്ദീൻ ബാറ്റ് ചെയ്യാനുണ്ട്. ജലജ് സക്സേന എന്ന ഓൾറൗണ്ടർ ഉണ്ട്. ഏദൻ ആപ്പിൾ ടോം എന്ന മികച്ച ഒരു ഓൾറൗണ്ടർ ടീമിലുണ്ട്. ഏതനാകട്ടെ 3 വിക്കറ്റ് വീഴ്ത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് താനും. അപ്പോ സ്വാഭാവികമായും ഈ ഒരു വിക്കറ്റ് കൂട്ടുകെട്ട് നന്നായി കളിച്ചാൽ ഇനി 174 റൺസ് കൂടി മതി അവരുടെ സ്കോർ മറികടക്കാൻ. 175 റൺസ്. അങ്ങനെ എങ്കിൽ ഏറ്റവും മികച്ച ഒരു ഇന്നിംഗ്സ് പടുത്തുയർത്താൻ സൽമാൻ നിസാറിനും സച്ചിൻ ബേബിക്കും കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിരാട് കോഹ്ലിയെ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടുതൽ അഗ്രഷനോടുകൂടി കളിക്കാൻ മികവുള്ള താരമാണ്. അത് പലവട്ടം തെളിയിച്ച ആളാണ് സച്ചിൻ ബേബി. സച്ചിൻ ബേബിയും സൽമാൻ നിസാറും ചേർന്ന് മികച്ചൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയാൽ ഏദൻ ആപ്പിൾ ടോമിനും സക്സേനയ്ക്കും അസറുദ്ദീനും ഒക്കെ ചേർന്ന് ഈ സ്കോർ മറികടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ നിർണായകമായ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടാൻ കേരളത്തിന് കഴിയുകയും ചെയ്യും. ഏതായാലും നിലവിൽ 1% കൂടുതൽ സാധ്യത കേരളത്തിനാണ് എന്ന് പറയാം. കാരണം ചെറുത്തു നിൽക്കുന്നുണ്ട്. സ്ഥിരമായ പോരാട്ടം രണ്ടു താരങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്.